ദില്ലി സ്ഫോടനത്തിന്റെ ചങ്ങലക്കണ്ണികൾ പാകിസ്ഥാനിലേക്ക് നീളുന്നതിന്റെ നിർണായക തെളിവുകൾ ലഭിച്ച ഈ വേളയിൽ കുറ്റസമ്മതവുമായി പാകിസ്ഥാൻ. ഒരു ഉന്നത പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാവാണ് ഡൽഹിയിലെ ചെങ്കോട്ട മുതൽ കാശ്മീരിലെ വനങ്ങൾ വരെ ഭീകരത അഴിച്ചുവിട്ടതിനെ കുറിച്ച് പരസ്യമായി വീമ്പിളക്കിയിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നത്. ഇതോടെ ഇന്ത്യയുടെ എക്കാലത്തെയും ആരോപണമായിട്ടുള്ള പാക്കിന്റെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം എന്ന ഒരു ആരോപണം അതൊരു തണുപ്പൻ യാഥാർത്ഥ്യമാണ്, അതൊരു ആരോപണമല്ല എന്ന് വീണ്ടും ലോകത്തിന് മുന്നിൽ തെളിയുകയാണ്. പാകിസ്ഥാൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് ചൗധരി അൻവറുൽ ഹക്ക് എന്ന ഈ പാക് മുതിർന്ന നേതാവ് ഞങ്ങൾ ഇന്ത്യയെ ചെങ്കോട്ട മുതൽ കാശ്മീർ വനങ്ങൾ വരെ ശക്തമായി പ്രഹരിച്ചിട്ടുണ്ട്, അവർ ഇപ്പോഴും മൃതദേഹങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞത്. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ നിഗൂഢമായിട്ടുള്ള വൈറ്റ് കോളർ ശൃംഖല ആസൂത്രണം ചെയ്ത 14 നിരപരാധികളെ കൊന്നൊടുക്കിയ നവംബർ 10 ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനത്തിന്റെയും കാശ്മീർ വനങ്ങളിൽ 26 വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ക്രൂരമായിട്ടുള്ള ഏപ്രിൽ മാസത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഉത്തരവാദിത്തമാണ് ഇയാൾ ഇതിലൂടെ ഏറ്റെടുക്കുന്നത്. ഇയാളുടെ ഈ പ്രസ്താവന പാകിസ്ഥാന്റെ ISI സംവിധാനം ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ദശാബ്ദങ്ങൾ നീണ്ട ആരോപണങ്ങളെ സാധൂകരിക്കുന്ന ഒന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് 30 വർഷത്തിലേറെയായി മിലിറ്റന്റുകൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും പെഹൽഗാം സംഭവത്തിന് ശേഷം ആക്രമണകാരികളെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വീമ്പ് പറഞ്ഞിട്ടും ഈ രാഷ്ട്രീയ നേതാവ് വിക്ടിം കാർഡ് ഇറക്കാനും മറന്നിട്ടില്ല. തങ്ങളുടെ ബലൂചിസ്ഥാനിലുള്ള രക്തച്ചൊരിച്ചിലിന് കാരണം ഇന്ത്യയാണെന്നും ഇന്ത്യ ബലൂച്ച് പോരാളികളെ പിന്തുണച്ചാൽ ഇനിയും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇയാൾ നൽകുന്നുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പാക് ഭരണകൂടത്തിനോടുള്ള ന്യായമായിട്ടുള്ള രോഷത്തിനെ കുൽഭൂഷൺ യാദവിനെ പോലുള്ള ഉദ്യോഗസ്ഥരിൽ കെട്ടിച്ചമച്ച് ആരോപിക്കുന്ന ഇസ്ലാമാബാദ് പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിന്റെയും പുൽവാമ ഭീകരാക്രമണത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ധൈര്യം അവർക്കില്ല. നവാസ് ഷെരീഫ്, പർവേസ് മുഷറഫ് തുടങ്ങിയ നേതാക്കളൊക്കെ മുമ്പ് ഇത്തരത്തിലുള്ള വീമ്പ് പുറച്ചിൽ അല്ലെങ്കിൽ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ പിന്നീട് ഇരവാദം മുഴക്കുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ശരിക്കും ഇരയാകാനും മുതലക്കണ്ണീരിന് പകരം ശരിക്കുള്ള കണ്ണീരൊഴുക്കാനുമുള്ള ഒരു അവസരം ഇന്ത്യൻ ആർമി അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.